പ്രൊവോക്ഡ് ആവുന്ന ഇപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തി ചീത്ത വിളിച്ചെന്നുള്ളത് മാത്രമല്ല, ബാക്കി ഇതിന് മുമ്പത്തെ കേസുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പരാതിയൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്ന പല കേസുകളിലും ഒന്ന് ആ സിനിമയ്ക്ക് വേണ്ടുന്ന പബ്ലിസിറ്റി കിട്ടിയിട്ടില്ലായിരുന്നു. രണ്ട്, ആ സിനിമ കണ്ടിട്ട് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇപ്പോൾ വനിതാ വിനീതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സൂപ്പർ പടമാണ് എന്ന് പറയുന്ന ഒരു തിയേറ്റർ റെസ്പോൺസ് കൊടുക്കുന്നത് ഒഴിച്ചാൽ അതൊരു മികച്ച അഭിപ്രായങ്ങൾ കിട്ടിയ സിനിമകളുമായിരുന്നില്ല. അപ്പം നമുക്കൊരു പരാജയം പറ്റി, അത് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം ഉണ്ടാവാം. ആ ദേഷ്യത്തിൽ നിന്ന് ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കൺട്രോൾ ചെയ്യണമായിരുന്നു. അതാണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്ന കാര്യം. പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ എൻ്റെയും എന്നെ പോലെ ഒരുപാട് പേരുടെയും ഒരുപാട് കമ്മ്യൂണിറ്റീസിൻ്റെ ഒക്കെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്നതാണ്. അപ്പം അതിനൊരു ഒരു ഒരു മാപ്പ് പറച്ചിലുണ്ടാവണം, അല്ലെങ്കിൽ അത് ഇനി ആവർത്തിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് കിട്ടണം. അത് എന്താ പറയുക, ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇന്ന് ഇതേപോലെ ഭീഷണിപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. നമുക്കിവിടെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിയമമാണ് ആ പരിരക്ഷ ഉറപ്പ് വരുന്നത്. നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് പോയി. ഈ കേസിൽ ജാതി അധിക്ഷേപം ഉണ്ടോ? ഉണ്ണി സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയും കൂടെ പറഞ്ഞിരുന്നു അയാളെന്ന് പറഞ്ഞിട്ട്. ആ തെറിവിളികൾ അതാണല്ലോ. ആ വിളികളിൽ ഒരുപാട് വട്ടം ആവർത്തിച്ച് മോനെ വിളിക്കുന്നത് കൂട്ടത്തിൽ ഉണ്ട്. അതും കൂടെ ചേർത്തിട്ടല്ലേ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ സത്യത്തിൽ ഇപ്പോൾ സൈബർ ക്രൈം പോലെയുള്ള കാര്യങ്ങളിൽ പോലെ ഇങ്ങനെയുള്ള കേസുകൾക്കൊന്നും അവരധികം പ്രാധാന്യം കൊടുക്കില്ല. പക്ഷെ നമ്മൾ ഭയങ്കര ഹർട്ടായിരിക്കും, നമ്മൾ സീരിയസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അവർ കാണുന്നത് ഒരു സാധാരണഗതിയിലുള്ളൊരു കേസ്, ഒരു രണ്ടുപേര് തമ്മിലുള്ള തർക്കമായിട്ടായിരിക്കും പലപ്പോഴും കാണുന്നത്. അങ്ങനെ തന്നെയാണോ ഉണ്ണിക്കും? അതായത് നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ കുറേ ഇമേജുകളൊക്കെ ബിൽഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, വലിയ വിലയൊന്നും കൊടുക്കേണ്ടാത്ത ആളുകൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പ്രത്യേകിച്ച് മൂവി റിവ്യൂ ചെയ്യുന്നവരൊക്കെ പെയ്ഡായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന, എന്താണ്, ഇരുണ്ട ലോകത്തെ അധോലോക നായകന്മാരൊക്കെ ആയിട്ടാണ് നമ്മളെയൊക്കെ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. അതൊരു എഫക്റ്റാണ്. അതേപോലെ തന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പം സിനിമാക്കാരെ കുറിച്ച്, സിനിമ എന്ന് പറയുമ്പോഴേക്കും പുതിയ സിനിമാ പ്രവർത്തകരുടെ കൂടെ ലഹരി മരുന്നിനെ ചേർത്ത് വെക്കുന്നത് മാധ്യമങ്ങളുടെ സംഭാവനയാണ്. മാപ്രാന്ന് വിളിക്കുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അവരിതുപോലെ ഒരുപാട് തൊഴിൽ മേഖലകളെ മോശമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമേജ് ഒരുപക്ഷെ പോലീസിൻ്റെ നടപടികളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ചെന്നിരിക്കുമ്പോൾ നമ്മളോട് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് നിങ്ങൾക്കൊരു സിനിമ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അറിയുമോ എന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ സർ, സിനിമ ഉണ്ടായ കാലം മുതലേ നിരൂപണം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഞാൻ വളരെ മോശം ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹം എൻ്റെ റിവ്യൂ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, സാർ ആ റിവ്യൂ ഒന്ന് പ്ലേ ചെയ്യും, അതൊന്ന് കണ്ടു നോക്കും, ഞാൻ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പം പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പൊതുബോധത്തിൽ നിന്നുണ്ടായതായിരിക്കാം. ആ മനുഷ്യനെ, ഞാൻ പോലീസുകാരെന്നല്ല പറയുന്നത്, ഞാൻ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നില്ല. കാര്യം യൂട്യൂബേഴ്സിനെ കുറിച്ചും സിനിമ റിവ്യൂ ചെയ്യുന്നവരെ കുറിച്ചും വളരെ മോശമായിട്ടുള്ള ഒപ്പീനിയൻ ജനറേറ്റഡ് ആണ്, അത് ഓൾറെഡി ഉണ്ട്. നമുക്ക് പലപ്പോഴും ഈ കേസുകളൊക്കെ കോടതി ചെല്ലുന്ന സമയത്ത് ഈ കോടതി പറഞ്ഞു എന്ന് പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളിലും ഈ പൊതുധാരണ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു റിഫ്ലക്ഷൻ എനിക്ക് പോലീസിൻ്റെ സംസാരത്തിലും ഫീൽ ചെയ്തിരുന്നു. പക്ഷേ അവിടെയുള്ള CPM ആണെങ്കിലും സംസാരത്തിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും CIയും കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിരുന്നു. അവസാനമൊക്കെ ആയപ്പോഴേക്കും നല്ല രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ അവിടുത്തെ CPO അദ്ദേഹം ഇടയ്ക്ക് വിളിച്ച് ഈ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ അവർ വളരെ നല്ലൊരു പെരുമാറ്റമൊക്കെ ആയിരുന്നു.